ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദളിന്റെ അക്രമത്തിനിരയായ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ ഉടൻ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ നാടുനീളെ പ്രതിഷേധങ്ങൾ വ്യാപിക്കുകയാണ്. ബജ്രംഗ് ദളിന്റെ അക്രമത്തിനിരയായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ കഴിയുന്ന സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും ഉടനടി വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. മിഷണറിമാരെയും സാമൂഹ്യ സേവനത്തിനിറങ്ങുന്ന മതപുരോഹിതരെയും തിരിഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതി ബജ്രംഗ് ദളും BJPയും അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാർച്ചിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ടീച്ചർ, DCC സെക്രട്ടറിമാരായ ബിജു പുളിയൻ തൊട്ടി, ജോഷി കണ്ടത്തിൽ, MO മാധവൻ മാസ്റ്റർ, PT കുര്യാക്കോസ്, ഡോക്ടർ PA അഗസ്റ്റിൻ, മണ്ഡലം പ്രസിഡന്റ് ജിയോ ജേക്കബ്, PM ജോസ്, രവീന്ദ്രൻ, രാജ്കുമാർ, കുഞ്ഞുമൊയ്തീൻ, ഇസ്മായിൽ, പ്രകാശൻ നെടിയങ്ങ, മേഴ്സി ബൈജു, നസീമ ഖാദർ, ജോസഫീന വർഗീസ്, സിജോ മറ്റപ്പള്ളി, മിനി ഷൈബി, ജയശ്രീ ശ്രീധർ, ഉഷ M, മധു തൊട്ടിയിൽ, മേരി കുഴിക്കാട്ടിൽ, നാരായണൻ മൂത്തേടൻ, റോയ് വഴുവഞ്ചേരി, VV സന്തോഷ്, ബാബു ചെറുശ്ശേരി, അപ്പച്ചൻ നെടിയകാലായിൽ, ജസീൽ കണിയാർവയൽ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൂറ്റാണ്ടുകളായി അറിയാവുന്ന കാര്യമാണ്. ഈ രാജ്യത്തെ നിരാലംബരായ നിരക്ഷരായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അഹോരാത്രം പാടുപെടുന്ന ക്രൈസ്തവ മിഷണറിമാരെ നമുക്ക് കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യമുണ്ടായപ്പോൾ ആ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ച ക്രൈസ്തവ മിഷണറിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മറിച്ച് വർഗീയ വികാരം ആളിക്കെത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രൈസ്തവ പുരോഹിതനെയും ഈ രാജ്യത്ത് ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന കാര്യം നാം മനസ്സിലാക്കണം. എന്താണ് സംഭവിച്ചത് ഛത്തീസ്ഗഡിൽ? ആ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാർ, ഒരാൾ നമ്മുടെ ഉദയഗിരി പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ആ വന്ദന സിസ്റ്റർ അടക്കമുള്ള പ്രീതി മേരി അടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തെ കോളനികൾ സന്ദർശിക്കുകയും അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അസുഖബാധിതരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്ന നിസ്വാർത്ഥ സേവനം നടത്തിയ ആളുകളെയാണ് NIA വകുപ്പ് പ്രകാരം നമുക്കറിയാം അവരെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്കറിയാം BJPയുടെ ഗവൺമെന്റ് വർഷങ്ങളായി കഴിഞ്ഞ 9 വർഷക്കാലമായി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഒരു ചരിത്രമാണുള്ളത്.